Good morning, all. Good morning. Kim, some reasons for employees to join trade union. Discuss it. Okay, Vaishnav Kerno. Vaishnav Kerno. Okay, number extra point very security and other benefits very Kelly. Class A discrimination. 2 point discuss. Okay. Security and other benefits start. Okay, good. Okay, start. Okay, the share employee union membership they share points just discuss increase bargaining power. Particularly strength support political union support industry then next minimal discrimination employee relate promotion so union support experience in either employee union support evidence then then we have security and other benefits. Okay. Either employee maximum salary in case at a time either employee they share problems face support available in case absent at a time after joining a trade union, employees feels secure, and this is the main factor behind employees joining trade unions. Okay, the main factor is trade union join security feel
They feel protected from several workplace hazards as well as issues related to salary and other benefits, example, injury, workplace accidents, sickness, etc. Okay. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് എന്തെങ്കിലും വയ്യായിട്ട് വരുമ്പോഴല്ലേ ഇഞ്ചുറി എന്തെങ്കിലും ആക്സിഡൻസ് കേസുകളൊക്കെ വരികയാണെങ്കിൽ അറ്റ് എ ടൈമില് അല്ലെ ഒരു രോഗമൊക്കെ ആർക്ക് വേണമെങ്കിലും മനുഷ്യ സഹജമാണ്, ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ആക്സിഡൻസോ വയ്യായികളൊക്കെ എപ്പോൾ വേണമെങ്കിലും എഫക്ട് ചെയ്യാവുന്നതാണ്. അറ്റ് എ ടൈമില് അവർക്ക് സാലറി ഒന്നുമില്ല, പിന്നീട് അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസുകൾ നേരിടേണ്ട അവസ്ഥകൾ വരും. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ ഒരു സംരക്ഷണം അല്ലെ അവരെ സംരക്ഷിക്കാനായിട്ട് യൂണിയൻ തലത്തിലാണ് അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്താണ് എംപ്ലോയറുടെ ഇടയിൽ ബാർഗെയിൻ ചെയ്തിട്ട് പിന്നീട് സാഹചര്യങ്ങളിൽ അവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസുകളൊക്കെ തരണം ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. Then trade union also forces the management to invest in employee welfare services such as retirement benefits, health insurance, etc. ഓക്കെ, നമുക്കറിയാം സാധാരണയായിട്ട് തൊഴിലാളികൾക്ക് സാലറി അല്ലെ അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതറായിട്ടുള്ള മറ്റ് ബെനിഫിറ്റ്സുകൾ അല്ലെ ഫ്രഞ്ച് ബെനിഫിറ്റ്സ് പോലെയുള്ള ഈ തരത്തിലുള്ള ഇൻഷുറൻസ് പാക്കേജുകൾ, PF പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ അത് ചില എംപ്ലോയർ, ചിലതെല്ലാം നമുക്കറിയാം ഇത്രയും മെമ്പേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് എങ്കിൽ വർക്ക് ചെയ്യുന്ന ഫേമൊക്കെ ആണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണ് PF എന്നൊക്കെ ഉള്ളത്. അത് അതർ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും അവർക്ക് ഇൻഷുറൻസ് പാക്കേജുകളും അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. അപ്പൊ അറ്റ് എ ടൈമിൽ ഈ പറഞ്ഞ ഇഞ്ചുറീസും ആക്സിഡൻസ് കേസുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് അവരുടേതായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബർഡനൊന്നും അല്ലെ അതൊക്കെ റെഡ്യൂസ് ചെയ്ത് പോകാനായിട്ട് അറ്റ് എ ടൈമിൽ വരുന്ന ചെലവുകളൊക്കെ വഹിക്കാനായിട്ട് ഒരു പരിധിവരെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ അവരെ സഹായിക്കും എന്നുള്ളതാണ്. അത്രയല്ല ഫ്യൂച്ചറിൽ അല്ലെ നമുക്കറിയാം റിട്ടയർമെന്റ് ടൈമുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ആദ്യ ടൈമിലും നമുക്കറിയാം ആ സമയങ്ങളിൽ നമ്മുടെ ജീവിത അല്ലെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പണം, എക്കണോമിക് ആയിട്ടുള്ള സോഴ്സുകൾ അത് തീർച്ചയായിട്ടും അവൈലബിൾ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂണിയൻ നേതാക്കളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഡിസിഷനൊക്കെ എടുക്കാനായിട്ട് മാനേജ്മെന്റിനെ അല്ലെ അവരെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിക്കാണ് അതിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെയാണോ? സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എന്താണ് മീൻ ചെയ്തിരുന്നത്? ഓക്കെയാണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. എന്താണ് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്? ഒരു പങ്കാളിത്തം അല്ലെ ഇവിടെ നോക്കുക. If the employees join trade unions, they can actively take part in the management of those matters which are related to their well-being and interest. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റ് നല്ല താല്പര്യം അല്ലെ നല്ല രീതിയിലായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനിൽ അല്ലെ അവിടെ ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന്റെ പങ്കാളിത്തം അല്ലെ അവിടെ ആക്റ്റീവ്ലി നമുക്കറിയാം വർക്ക് ചെയ്യുന്നത് തൊഴിലാളികളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പാക്കേജുകളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിന് വഴിവെക്കുന്നത് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഇൻ ദിസ് way they can also impact the decision which are taken by the management through active bargaining between the management and the trade union. ഓക്കെ, നമുക്കറിയാം അവരുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ അവർക്ക് ട്രാവലിംഗ് അലവൻസുകൾ കൊടുക്കാനായിരിക്കും, അതല്ലെങ്കിൽ ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളല്ല. ഇപ്പോഴത്തെ നവഡേയ്സുകളിലൊക്കെ നമുക്കറിയാം ഒരു ടൂർ പിക്നിക് ഒക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അവരുടെ സ്ട്രെസ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അത് നല്ല രീതിയിലുള്ള ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകളായിരിക്കും മാനേജ്മെന്റിനെ മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലെ. ഇവർ ഇന്ന കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്, ഇവർക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് അവേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് മണി അല്ലെ കുറച്ച് അഡീഷണൽ മണി അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണോ ഇവരുടെ ഇൻട്രസ്റ്റ്, എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ്, അത് തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താനായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നത് ആരാണോ? നമ്മുടെ യൂണിയൻ നേതാക്കളായിരിക്കും. യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അവര് നേടിയെടുക്കുന്നത്. ഇൻ ദിസ് വേ they can also impact the decisions
which are taken by the management through collective bargaining between the management and the trade union. But trade union management bargain ചെയ്തിട്ടാണ് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എംപ്ലോയിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസ്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് മാനേജ്മെന്റ് അല്ലെ, തൊഴിലുടമകളാണ്. അപ്പൊ ആ റിസ്ക് ഏറ്റെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബാർഗെയിനിങ് പ്രോസസ്സ് അവിടെ എന്തായാലും ഒരു വിലപേശൽ അവിടെ നടത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവോ, അല്ലെ അവര് നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തന്നെയായിരിക്കും തൊഴിലുള്ള ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെല്ലാം അവർക്ക് നിറവേറ്റി കൊടുക്കുന്നത്. സോ അവിടെ പറയുന്നുണ്ട് നല്ല രീതിയിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ബാർഗെയിനിങ് പ്രോസസ്സ് നടത്തേണ്ടതുണ്ട്. ആ ബാർഗെയിനിങ് പ്രോസസ്സിന് പ്രധാനമായിട്ട് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? നമ്മുടെ ട്രേഡിംഗ് യൂണിയനുകളാണ്. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം peer pressure and added respect. Okay, clear അല്ലേ? Fourth point Keeling. Fourth point Keeling. നമുക്ക് നെക്സ്റ്റ് നോക്കാം peer pressure and added respect. ഓക്കെ, ഇടയ്ക്ക് ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇതുവരെ ചോദിച്ചു കാണാറുള്ളത്. Many employees join trade union due to the only reason that many of their colleges are a member of it. കുറെ പേരൊക്കെ നമുക്കറിയാം ഏതൊരു സംഘടനയിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വരുന്നത് അവരുടെ കൂട്ടുകാരൊക്കെ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഇതാണ് ഈ സംഘടനയിലാണെങ്കിൽ നമ്മൾ മുതലേ പെടും അല്ലെ. അതാണ് സഹപ്രവർത്തകർ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് തയ്യാറാണ്. Sometimes an employee is join under peer pressure and if he does not do so he find it difficult to do his routine work. ചിലപ്പോ ഈ ഒരു peer pressure അല്ലെ, ഇവരുടെ സമ്മർദ്ദത്തിന്റെ പ്രകാരം സഹപ്രവർത്തകരുടെ ഒക്കെ സമ്മർദ്ദ പ്രകാരമൊക്കെ അവര് ചിലപ്പോ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അല്ലാതെ റൂട്ടീൻ വർക്ക് കൈകാര്യം ചെയ്ത് സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം ഏതെങ്കിലും ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ട ഒരു അവസ്ഥ തീർച്ചയായിട്ടും എല്ലാവരും അംഗീകരിക്കേണ്ടതായിട്ട് വരും. The workers or employee who are already the members of the trade union are given great respect of their colleges. അതായത് അവിടെ നമുക്കറിയാം ചില അല്ലെ അവരുടെ എന്താണ് സഹപ്രവർത്തകര് ഈ ഒരു യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയൻ ലീഡേഴ്സിനൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുന്നത് കാണാം. കാരണം അവര് ചില കാര്യങ്ങളൊക്കെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, another factor which cultivate the sense of belonging among union members is that they can discuss their grievances with the leaders of trade unions. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ പരാതികൾക്കൊക്കെ ഒരു പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ഈ ട്രേഡ് യൂണിയൻസുകൾ അവരുടെ ലീഡേഴ്സ് ഒക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ മുമ്പിൽ ഒരു പ്രഷർ ആയിരിക്കും. കാരണം ഈ ഇന്ന യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെ, സഹപ്രവർത്തകരൊക്കെ ഇതിലാണ് മെമ്പർഷിപ്പ് എടുത്തത് അല്ലെ, ലീഡേഴ്സ് ഒക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ കുറെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ അവരൊരു നല്ല റെസ്പെക്ട് ആണ് ലീഡേഴ്സിന് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എംപ്ലോയീസ് എന്താണ് ഇന്ന യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നു. അതാണ് peer pressure and added respect എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിച്ചത്? യൂണിയൻ to the only reason that many of their colleges are a member of it. മെയിൻലി നമുക്കറിയാം ഒരുപാട് സഹപ്രവർത്തകരിൽ അതില് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അവര് കുറെ പേര് തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ബഹുമാനം നേടിയെടുക്കാനായിട്ടുള്ള സാധ്യത വരുന്നത് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട്. എന്തെങ്കിലും പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു മനോഭാവത്തിലൊക്കെ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കുന്നു. അതല്ല നമുക്കറിയാം റുട്ടീൻ വർക്ക് നല്ല സുഗമമായിട്ട് നടന്നു പോകുന്നെങ്കിലും എന്തായാലും ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ള ഒരു പ്രഷർ കൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഏതൊരു എംപ്ലോയിയും തയ്യാറാകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തൊക്കെ റീസൺസ് ആണ് എംപ്ലോയി യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യത വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കി പോകുന്നത്. അപ്പൊ ഒന്ന് രണ്ട് പോയിന്റ്സ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. നമുക്കൊരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു അല്ലെ, ഏതെങ്കിലും കാരണവശാല്
നമുക്ക് എന്തെങ്കിലും ഡിസീസ് അല്ലെ എന്തെങ്കിലും ഇൻഷുറീസ് ഒക്കെ വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള സാലറിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എന്തെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യുന്നതിന് അത് മാത്രമല്ല നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള പാക്കേജുകൾ വഴി അവർക്ക് സപ്പോർട്ടീവായിട്ട് നിലകൊള്ളണമെങ്കിൽ യൂണിയന്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ള കാരണം ഇൻക്രീസ് ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് ആവശ്യമാണ് പിയർ പ്രഷർ ആൻഡ് അണ്ടർ റെസ്പെക്ട് തീർച്ചയായിട്ടും സഹപ്രവർത്തകര് ഒരുപാട് പേര് അതിന് മെമ്പർഷിപ്പ് എടുക്കുന്നു അവരെ റെസ്പെക്ട് ചെയ്യുന്നു അത് മാത്രമല്ല സുഗമമായിട്ട് നമ്മുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ എന്താണ് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തേ മതിയാവൂ എന്നുള്ള കണ്ടീഷനിലും മെമ്പർഷിപ്പ് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ടോ? ഫ്രണ്ട്സ് എടുക്കുന്ന ആ ഒരു രീതി കണ്ടുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ സാധ്യതയുണ്ടോ? ഉണ്ടാവോ? ചാൻസ് ഉണ്ടാവോ? എന്തെങ്കിലും ചാൻസ് ഉണ്ടാവോ? അങ്ങനെ അല്ലെ നമ്മൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും അല്ലെ നമ്മളൊരു പുതിയ ജോലിക്ക് ചെല്ലുമ്പോൾ ഏത് യൂണിയനിലാണ് മെമ്പർഷിപ്പ് എടുക്കണേന്നൊക്കെ ഉള്ളത് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ടായിരിക്കും എടുക്കുന്നത് അല്ലെ. ഒരുപാട് കാര്യം ആ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്താൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്നൊക്കെ ഓർത്തിട്ടൊക്കെ തന്നെയായിരിക്കും എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെ. പ്രവർത്തകരോടൊക്കെ ചോദിച്ചിട്ടും അതിന്റെയൊക്കെ ആയിരിക്കില്ലേ. തിയറി ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് മാത്രം കേട്ടു പോകരുത്, മൈൻഡിലേക്ക് ഓർത്ത് പോവാ. അപ്പൊ ജസ്റ്റ് ഹെഡിങ് ഒന്ന് ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. എന്താണ് സെവൻത് പോയിന്റിൽ സിക്സ്ത് പോയിന്റിൽ പറയുന്നത് എംപ്ലോയി ക്യാൻ എക്സ്പ്രസ് ദംസെൽസ്. ജീവനക്കാർക്ക് സ്വയം പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം അതുകൂടി കൊടുക്കുന്നുണ്ട്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം. To get a proper chance or opportunity for expressing oneself remains the topmost wish of many people. ഓക്കെ, തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടേതായിട്ടുള്ള അല്ലെ അവരുടേതായിട്ടുള്ള ആശയങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള ഒരു അവസരങ്ങൾ. തീർച്ചയായിട്ടും എംപ്ലോയീസ് അവർ വർക്ക് ചെയ്യുന്ന ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അവര് നേരിടുന്ന അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നല്ല ചിന്താഗതിയിൽ വരുന്ന ആശയങ്ങൾ അതൊക്കെ പ്രകടമാക്കാനായിട്ട് ഒരു അവസരം തീർച്ചയായിട്ടും എംപ്ലോയീസ് ആഗ്രഹിക്കുന്നുണ്ട്. Every person wishes to share his feelings, opinion, thoughts and ideas with others. Okay, ഓരോ people, every persons അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ പേഴ്സൺസും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻ ആശയങ്ങളാണെങ്കിലും ചിന്താഗതികളാണെങ്കിലും അവരുടെ ഐഡിയാസ് ഒക്കെ ആണെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് അവരെ ആഗ്രഹിക്കുന്നുണ്ടാവും. In the same way, they want the management to all listen to them. Okay, നമുക്കറിയാം എല്ലാം കേൾക്കണം അല്ലെ. മാനേജ്മെന്റ് ആണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും അല്ലെ എംപ്ലോയീസിന് എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അത് താല്പര്യം ഉണ്ടാവും. ദിസ് ഈസ് ഓൺലി പോസിബിൾ ബൈ യൂസിങ് ട്രേഡ് യൂണിയൻ ആസ് ദ പ്ലാറ്റ്ഫോം. തീർച്ചയായിട്ടും ഇത് ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെ. അവർക്ക് പരസ്പരം സംവാദത്തിലൊക്കെ ഏർപ്പെടാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിലും എംപ്ലോയീസിനൊക്കെ പരസ്പരം സംവാദത്തിലൊക്കെ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത് യൂണിയന്റെ നേതാക്കളായിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും. A trade union not only helps employees to discuss their ideas, issues, grievances and opinions, but it also communicates them to the management. ഓക്കെ, അവിടെ എന്താണ് ട്രേഡ് യൂണിയനുകൾ അവിടെ കമ്മ്യൂണിക്കേഷൻ അല്ലെ ആശയവിനിമയം നടത്താനായിട്ട് മാനേജ്മെന്റുമായിട്ട് ആശയവിനിമയം നടത്താൻ എന്തൊക്കെ ആശയങ്ങൾ അവരുടേതായിട്ടുള്ള ഐഡിയാസും പ്രശ്നങ്ങളോ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ആഗ്രഹം അവർക്ക് താല്പര്യം ഉണ്ടാവും. Such a collective voice or opinion of the employee is heard and given due attention by the management during policy decisions. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് ആശയങ്ങളൊക്കെ അല്ലെ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസും വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കേൾക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങള് ഒരുക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റിന് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പലരിൽ നിന്നും പല ആശയങ്ങളും പല ഫീലിങ്സും പല തോട്ട്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നല്ല നല്ല പോളിസികൾ അല്ലെ നല്ല നല്ല നയങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് മാനേജ്മെന്റിന് അതുകൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം അത്തരത്തില് ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത? എംപ്ലോയീസിനെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അവര് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അത് നടപ്പാക്കാനല്ലേ ഏത് തരത്തിലാണെങ്കിലും ഇന്ന തീരുമാനങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നടപ്പാക്കി കൊണ്ടുവരാം അല്ലെ. അത് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം അവര് നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് അവരുടെയും കൂടി അഭിപ്രായം കേട്ടിട്ടാണല്ലോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇത് അല്ലെ. അപ്പൊ അവരുടെ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം എന്ന വണ്ണം തന്നെ അവർക്ക് അതനുസരിച്ചിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. എംപ്ലോയീസ് ക്യാൻ എക്സ്പ്രസ് ദംസെൽവ്സ്. ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അല്ലെ. എംപ്ലോയീസിന്റേതായിട്ടുള്ള ഇഷ്യൂസും ഫീലിങ്സും തോട്ട്സും അല്ലെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതേപോലെ തന്നെ മാനേജ്മെന്റിനും ഇവരിൽ നിന്ന് കേൾക്കുന്ന ഐഡിയാസും പരാതികൾക്കൊക്കെ നിശ്ചിതമായ രീതിയിൽ തന്നെ അവിടെ എന്തെങ്കിലും പോളിസി ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വണ് ബെറ്റർ എംപ്ലോയർ റിലേഷൻസ്. എന്താണ് ബെറ്റർ എംപ്ലോയർ റിലേഷൻസ് എന്ന് പറയുന്നത്? Employee want to join the trade union because they feel that this union can fulfill essential needs and can maintain proper relations between them and the management. ഓക്കെ, എംപ്ലോയി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിലുള്ള യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെ. അതിന് പ്രധാനമായിട്ടും അവര് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആയിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. കാരണം ഇവർക്ക് എന്തെങ്കിലും നേരിട്ട് തൊഴിലുടമയോട് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ ഇവരുടേതായിട്ടുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ പ്രോബ്ലംസുകളൊക്കെ ഷെയർ ചെയ്യുന്നതിന് ഒരു നിശ്ചിത അകലമുണ്ടാവും അല്ലെ. ഒരു കമാൻഡിങ് പവറുള്ള തൊഴിലുടമയോട് നേരിട്ട് പറയാനായിട്ട് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒരു മീഡിയേറ്റർ ആയിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ യൂണിയൻ മുഖേന മാനേജ്മെന്റ് ആയിട്ട് പങ്കുവയ്ക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഓപ്പൺ ആയിട്ട് തന്നെ അവർക്ക് അത് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും അല്ലെ. ട്രേഡ് യൂണിയൻ ഓൾസോ ഹെൽപ്പ് ഇൻ പീസ്ഫുൾ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഓഫ് എംപ്ലോയീസ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, അപ്പൊ നമുക്കറിയാം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അല്ലെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ലെ അവിടെ തൊഴിലാളികൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധത്തിന് അല്ലെ അതിനുള്ള വിള്ളലുകളൊന്നും സംഭവിക്കാതെ തന്നെ അവിടെ ഒരു ശാന്തമായ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്തെല്ലാം പരാതി പരിഹാരങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ഒരു അല്ലെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും യൂണിയനുകളാണ്. ആ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം മാനേജ്മെന്റിന് ബോധ്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു തരത്തിലുള്ള വിള്ളലുകളും സംഭവിക്കുന്നില്ല എന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എംപ്ലോയറിന്റെ നല്ല റിലേഷൻഷിപ്പ് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ സൊല്യൂഷൻ അല്ലെ ഇവിടെ പറയുന്നുണ്ട്. ട്രേഡ് യൂണിയൻ ഓൾസോ ഹെൽപ്പ് ഇൻ ദ പീസ്ഫുൾ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയി വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മാനേജ്മെന്റുമായിട്ട് അവിടെ നല്ലൊരു ശാന്തമായ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. ആരുടെ സപ്പോർട്ട് കൊണ്ടാണ് സാധിക്കുന്നത്? യൂണിയന്റെ സപ്പോർട്ട് കൊണ്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാ ഹെഡിങ്സും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. റയറായിട്ട് ചോദിച്ചു കാണാറുള്ളത് എന്താണ് മിനിമം അല്ലെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഏതെങ്കിലും ഓപ്ഷൻ അല്ലെ നമുക്ക് ഉള്ളതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഹെഡിങ് തന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത് അല്ലെ പിയർ പ്രഷർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മിനിമൽ ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് അല്ലെ റീസൺ വരുന്നില്ല എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മനസ്സിലാക്കുക അല്ലെ. ഓപ്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ആ ഒരു പിയർ പ്രഷർ എന്നൊക്കെ പറയുന്നത് കൊണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ബേസിലാണ് ആ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അവര് താല്പര്യം കാണിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ആ ഹെഡിങ് വെച്ച് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? ഹെഡിങ് ഒക്കെ ഓക്കെ അല്ലേ? Increased bargaining power, reasons for employee to join trade union. എന്തൊക്കെ റീസൺസ് ആണ്? Increased bargaining power, then minimal discrimination, അത് കൈകാര്യം ചെയ്തുപോകാൻ സാധിക്കുന്നു. Then security and other benefits, അവരുടെ സെക്യൂരിറ്റി ഒക്കെ ഇതിലെ മെമ്പർഷിപ്പ് എടുക്കുന്നതുകൊണ്ട് ഫീൽ ചെയ്യുന്നു. Then increased involvement, പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. Peer pressure and other perspective, സഹപ്രവർത്തകരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആ റെസ്പെക്ടിന്റെ ബേസിലൊക്കെ തന്നെ എംപ്ലോയി ക്യാൻ എക്സ്പ്രസ് ദംസെൽവ്സ്. തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്യൂസും അല്ലെ അവരുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവിടെ അല്ലെ പ്രകടമാക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം അത് ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകളാണ്.
then better employer relationship. അതായത് നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ഇടവരുത്തുന്നത് യൂണിയന്റെ സപ്പോർട്ട് കൊണ്ടാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യാലോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്. എന്താണ് ട്രേഡ് യൂണിയന്റെ ഒബ്ജക്റ്റീവ്സ്? ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മറ്റു ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതാണ് ട്രേഡ് യൂണിയന്റെ. Following are the main objectives of a trade union. First one, to provide income security. First one, to provide income security. Then next one, to provide job security. Then to preserve and develop physical security. To provide social security. To provide emotional security. To maintain political influence. Then to ensure industrial democracy and enquiry. 7 points ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ലക്ഷ്യത്തിലെ പ്രധാനമായിട്ട് നമുക്കറിയാം സുരക്ഷിതത്വമാണ് ഉറപ്പാക്കുന്നത്. ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുന്നുണ്ട് അല്ലെ? ജോലിയെ സംബന്ധിച്ച് ജോലി വിട്ടു പോകുമോ അല്ലെ? അങ്ങനെ പോകാനായിട്ടുള്ള ഒരു അവസരം അവിടെ എംപ്ലോയിയുമായിട്ട് നമുക്കറിയാം. ട്രേഡ് യൂണിയനിലുള്ള മെമ്പർഷിപ്പ് മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ ജോലി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ യൂണിയൻ ഇടപെട്ട് തന്നെ പരിഹരിച്ചു പോകും അല്ലെ? അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി, ഇൻകം സെക്യൂരിറ്റി. ഫസ്റ്റ് പറയുന്നത് ഇൻകം സെക്യൂരിറ്റി. വരുമാനം നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാല് നമ്മുടെ സാലറിയൊക്കെ അവിടെ കൃത്യമായിട്ട് ലഭ്യമല്ലായെങ്കിൽ തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് സെക്യൂർ ആയിട്ട് നിലകൊള്ളുന്നു. പിന്നെ അതേമാതിരി തന്നെ ഫിസിക്കൽ സെക്യൂരിറ്റി. നമുക്കറിയാം ഫിസിക്കലി നമുക്കൊരു സെക്യൂർ ആയിട്ട് നിലകൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു സേഫ്റ്റി കാര്യങ്ങൾക്കൊക്കെ സുരക്ഷാ കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും മധ്യസ്ഥം വഹിക്കുന്നത് യൂണിയന്റെ സപ്പോർട്ട് തന്നെയാണ്. സോഷ്യൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റീസ് സുരക്ഷിതത്വ ബോധം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയനുകൾ അതിൽ മെമ്പർഷിപ്പ് ഉള്ള എംപ്ലോയീസിന് ഒരുക്കി കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. ടു പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി. Trade unions use collective actions for getting their work done, which is generally related to the improvement of wages of the employee as well as better working conditions. ഓക്കെ, നമുക്കറിയാം അവിടെ എന്താണ് നല്ല രീതിയിൽ തന്നെ വേജസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട്, അതല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തണം. തീർച്ചയായിട്ടും അവരുടെ എംപ്ലോയിയുടെ ഇത്തരത്തിലുള്ള ഈ ആഗ്രഹങ്ങൾ വേജസ് കൂട്ടി കിട്ടണം, അതല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഇത്തിരി അനുയോജ്യമായ രീതിയിലാക്കി തീർക്കണം അല്ലെ? അങ്ങനെയുള്ള മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും നമുക്കറിയാം. അത് നിറവേറ്റി കൊടുക്കുന്നത് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. യൂണിയന്റെ ഇടപെടൽ കൊണ്ട് അല്ലെ? അവരുടെ മാനേജ്മെന്റിന്റെ മുമ്പിൽ അവരെ യൂണിയന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വേജസ് കൂട്ടി കൊടുക്കുകയും വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത്. Hence, it can be said that trade unions make efforts to improve the economic aspects of employees' life. Okay, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ തൊഴിലാളികളുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ അത് മെച്ചപ്പെടുത്തുന്നതിന് തീർച്ചയായിട്ടും യൂണിയനുകൾ അവരവരുടെ എഫേർട്ടുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കറിയാം സാലറി അല്ലെ? ഒരു ബേസിക് സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ സാധാരണ രീതിയിൽ ആ സാലറി വെച്ചുകൊണ്ട് തന്നെയായിരിക്കും പോകുന്നത് അല്ലെ? അവർക്ക് പക്ഷെ മൈൻഡിൽ ആഗ്രഹം ഉണ്ടാവും അല്ലെ? ഇത്രയും നന്നായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ് പോയിട്ട് നമുക്ക് കുറച്ച് സാലറി കൂട്ടി കിട്ടണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർക്ക് അത്
തൊഴിലുടമ കൃത്യമായ രീതിയിൽ അവൈലബിൾ ആക്കി കൊടുത്തില്ലെങ്കിൽ പക്ഷെ ഇങ്ങനെ വിലപേശി മേടിക്കുക എന്നതിന് ആ ഒരു സാഹചര്യം അത് ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട് കൊണ്ടാണ്. Then we have to provide job security. എന്താണ്? ജോലിയുടെ സുരക്ഷയാണ് ഇവിടെ പറയുന്നത്. ഇൻകം സെക്യൂരിറ്റി എന്ന് വെച്ചാൽ വരുമാന സുരക്ഷ. എന്താണ് ജോലി സുരക്ഷ പറയുന്നത്? The main objective of trade unions is to protect the job of the employees. Okay, main objectives എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻസ് ടു പ്രൊട്ടക്ട് ദ ജോബ് ഓഫ് ദ എംപ്ലോയീസ്. മെയിൻ ആയിട്ടുള്ളവരെ എന്ന് പറയുമ്പോൾ അവരുടെ ജോലി സുരക്ഷ, എംപ്ലോയീസിന്റെ ജോലി സുരക്ഷയാണ് അവിടെ വാഗ്ദാനം ചെയ്തു പോകുന്നത്. ഇതിൽ പറയുകയാണ് എന്താണ്? The trade union come to help the employees whenever an employee's job is likely to be terminated by the management through punishments like dismissal, discharge, layoff, retrenchment or a compulsory retirement. Okay, നമുക്കറിയാം തൊഴിലാളികളെ വേണമെങ്കിൽ ചിലപ്പോൾ ജോലിയൊക്കെ അധികമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആവശ്യത്തിന് തൊഴിലാളികളെ വേണ്ടാന്നൊക്കെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ അവരെ ഡിസ്മിസ് ആവാം, ഡിസ്ചാർജ് ചെയ്യാം. അതല്ല എങ്കിൽ സീസണലായിട്ടുള്ള ടൈമുകളിൽ മാത്രം അവരെ അല്ലെങ്കിൽ അവിടെ തൊഴിൽ നൽകി കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തു പോവാം. ചിലപ്പോഴൊക്കെ അവരെ വേണ്ടാന്ന് വെച്ച് തീർച്ചയായിട്ടും മുഴുവനായിട്ട് ഒഴിവാക്കി കളയാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അങ്ങനെ കമ്പൽസറി ഒക്കെ ആയിട്ട് അവർക്ക് വേണ്ടാന്ന് വെക്കുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയൻ അവരുടെ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. അത് മാത്രമല്ല ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ഒരു കോമ്പൻസേഷൻ എമൗണ്ട് എങ്കിലും മറ്റ് ഡ്യൂറേഷൻ അല്ലെ അവരെ അഭിമുഖീകരിക്കുക, അവരുടെ ജീവിത ചിലവുകളൊക്കെ വഹിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലെ ഇവർക്കായിട്ടുള്ള എമൗണ്ട് ഒക്കെ അവർക്ക് കൊടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോടുകൂടി മാത്രമാണ് സാധ്യമാകുന്നത്. So trade union strongly resist such moves of management in order to protect the employees' job. അല്ലെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക അവരെ ഒഴിവാക്കാതിരിക്കാനായിട്ടായിരിക്കും പരമാവധി ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നത്. നമുക്കറിയാം അല്ലെ എന്തെങ്കിലും പണിഷ്മെന്റ് സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ട്രേഡ് യൂണിയൻ അതിൽ ഇടപെടും അല്ലെ, സ്ട്രോങ് ആയിട്ട് അവർക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഇനി അവരെ ആവർത്തിക്കില്ല, അല്ലെങ്കിൽ അവരുടെ സാലറികൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്യാം അല്ലെ, അവരെ എംപ്ലോയീസിനെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റിനോട് മധ്യസ്ഥം തേടും എന്നുള്ളതാണ്. ട്രേഡ് യൂണിയൻ സ്ട്രോങ്ലി റെസിസ്റ്റ് സച്ച് മൂവ്സ് ഓഫ് മാനേജ്മെന്റ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ എംപ്ലോയി ജോബ്. എംപ്ലോയിയുടെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട അവർക്ക് സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നല്ല ശക്തമായിട്ടുള്ള റെസിസ്റ്റ് ആയിട്ട് അല്ലെ, ശക്തമായിട്ടുള്ള ഒരു ഫലം ആയിട്ട് തന്നെ നിലകൊള്ള ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളും. It can be said that trade unions are a means of protection for the employees, which prevent them from irrational and harsh policies and procedure of the management and the company. Okay, നമുക്കറിയാം വളരെ കഠിനമായിട്ടുള്ള എന്തെങ്കിലും നിലപാടുകളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ അതൊന്ന് മിതമായ രീതിയിലൊക്കെ ആക്കിക്കൊണ്ടുവരാനായിട്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു മിതമായിട്ടുള്ള രീതികളിലൊക്കെ അവലംബിക്കാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാവുന്നത്. കാരണം അവര് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഒപ്പിക്കും അല്ലെ, എന്തെങ്കിലും സാഹചര്യങ്ങൾ എംപ്ലോയീസ് അവിടെ ഒപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിലുള്ള ഡിസ്മിസലും ഡിസ്ചാർജൊക്കെ പ്രോസസ് അവിടെ നടപ്പാക്കേണ്ടി വരുന്നത്. എങ്കിലും യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അതിൽ ചെറിയ രീതിയിലുള്ള അയവ് വരുത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ടു പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി, ജോലി സുരക്ഷ. പരമാവധി ഇത്തരത്തിലുള്ള മാറ്റേഴ്സുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയാനായിട്ടായിരിക്കും യൂണിയനുകൾ അവിടെ മുൻകൂട്ടി പ്രവർത്തിക്കുന്നത്. ഓക്കെയല്ലേ? ഓക്കെയാണോ? എന്താണ് ഇൻകം സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയും? ഓക്കെ, അപ്പൊ എങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്? എന്ത് സുരക്ഷയായിരിക്കും? ജോലിയുമായിട്ടുള്ള സുരക്ഷ നമ്മൾ പറഞ്ഞു, ഇൻകം ആയിട്ടുള്ള സുരക്ഷയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. എന്തായിരിക്കും അപ്പൊ ഫിസിക്കൽ സെക്യൂരിറ്റി? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറിംഗ് ആയി പോകും. സോ എന്തായിരിക്കും ഫിസിക്കൽ സെക്യൂരിറ്റി?
അതൊന്നും പറയാനില്ല. ഫിസിക്കൽ സുരക്ഷ എന്തെങ്കിലും ഒരുക്കി കൊടുക്കുക, എന്തെങ്കിലും ഇപ്പൊ ജോലി ഹസാർഡ്സ് അപകടം നിറഞ്ഞ ഒരു ജോലി ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല, മുൻകരുതലുകൾ എടുക്കണമെന്ന് ഏതൊരു എംപ്ലോയീസും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഉണ്ടാവോ? പ്രിക്കോഷൻസ് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുമോ? അപകടാവസ്ഥയിലുള്ള എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും അല്ലെ? അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം, ഹെൽത്ത് പരമായ സെക്യൂരിറ്റി. യെസ്, ഗുഡ്. അപ്പൊ നിങ്ങൾ ആക്റ്റീവ് ആവട്ടെ. ഇത് തിയറി പേപ്പർ ആയാലും ഇങ്ങനെ കേട്ടിരുന്ന് പോവാന്ന് പറയുമ്പോൾ ഓക്കെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവാന്നുള്ളത് ബോറിംഗ് ആണ്. അതുകൊണ്ടാണ് ഇടയ്ക്കെങ്കിലും ആക്റ്റീവ് ആക്കുന്നത്. അപ്പൊ അവിടെ ഹെൽത്തുമായിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ്. അവർക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിന് ഒരു സുരക്ഷ, അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടി അല്ലെ? നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ നമുക്കറിയാം, ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ എന്താണ് ഗ്ലൗസ് ധരിക്കും, മാസ്ക് ധരിക്കും അല്ലെ? അവിടെ അതിനനുസരിച്ചുള്ള ഗൗണുകൾ ധരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ മാത്രമേ തന്നെ നമുക്കറിയാം സ്വിമ്മിങ് അല്ലെ, നമ്മുടെ കടൽ പരമായിട്ടുള്ള ഡ്യൂട്ടികളിലൊക്കെ ഏർപ്പെടുന്നവര് നമുക്കറിയാം, അവരെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ ജാക്കറ്റൊക്കെ ധരിച്ചിട്ടായിരിക്കും അല്ലെ അത്തരത്തിലുള്ള ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഹെൽത്ത്, അവരുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അതിന് പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും നമുക്കറിയാം. അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒന്നും കൊടുക്കാത്ത സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എന്താണ് യൂണിയന്റെ ഇടപെടലുകളിൽ കൊണ്ട് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. എന്താണ് ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ഫിസിക്കൽ സെക്യൂരിറ്റി. Trade union also work for the upkeep of health and safety of the employees. എംപ്ലോയിയുടെ സുരക്ഷ അല്ലെ, അവരുടെ ഹെൽത്ത് സുരക്ഷാ കാര്യങ്ങളെ കുറിച്ചിട്ടും യൂണിയനുകൾ തന്നെയാണ് അവര് അതിനുള്ള സാധ്യതകൾ ഒരുക്കുന്നത്. In this regard, they talk to the management of the company to abide by the previous related to employees safety. So provisions related to employee safety. എംപ്ലോയിയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസുകളൊക്കെ പാലിക്കണമെന്ന് തീർച്ചയായിട്ടും മാനേജ്മെന്റിനോട്, അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ മാനേജ്മെന്റിനോട് അല്ലെ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും യൂണിയൻ നേതാക്കളൊക്കെ ആയിരിക്കും. They also expert the pressure for maintaining an appropriate physical environment at the workplace. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പൊ ഭയങ്കര ചൂടുള്ള ടൈമൊക്കെ ആണെങ്കിൽ അവര് എയർ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള അല്ലെ വായു അല്ലെങ്കിൽ നല്ല അല്ലെ കാറ്റും കണക്കും അല്ലെ വെളിച്ചമൊക്കെ ലഭ്യമാക്കത്തക്കത്തിലുള്ള വെന്റിലേഷൻ സൗകര്യങ്ങൾ ഒരുക്കണം. അങ്ങനെ പലതരത്തില് അവരുടെ ആരോഗ്യത്തിനെ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി അവിടെ ലഭ്യമാക്കി കൊടുക്കുന്നതും ആര് തന്നെയാണ്? യൂണിയൻ നേതാക്കളുടെ സഹായം കൊണ്ട് തന്നെയാണ്, അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. Okay, like to preserve and develop a physical security. Okay, then we know to provide a social security. നമ്മളെ ഇൻകം സെക്യൂരിറ്റി കണ്ടു, ജോബ് സെക്യൂരിറ്റി കണ്ടു, ഇനി ഫിസിക്കൽ സെക്യൂരിറ്റി കണ്ടു. ഇനി നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി. എന്താണ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ പറയുന്നത്? Trade union tried to help the employees for a secure and peaceful life after retirement by negotiating with the management of the company about proper retirement benefits and other allowances. ഓക്കെ, സമൂഹത്തിൽ ഒരു സുരക്ഷിതമായിട്ട് തന്നെ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെ എംപ്ലോയീസിന്. നമുക്കറിയാം, എംപ്ലോയീസ് ആഫ്റ്റർ റിട്ടയർമെന്റ് ടൈമൊക്കെ ആണെങ്കിൽ അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോകുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. എങ്കിലും ജീവിതത്തിൽ നമുക്കറിയാം പണസംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ചെലവിനൊന്നും വലിയ കുറവുണ്ടാവില്ല, പക്ഷെ അധ്വാനിക്കാനുള്ള ശേഷിയായിരിക്കും കുറവുണ്ടാവുക അല്ലെ. അവരുടെ ഹെൽത്ത് ഒക്കെ ആയിരിക്കും വീക്ക് ആയിട്ട് നിൽക്കുക. മറ്റേ ടൈമില് ഇവർക്ക് പറഞ്ഞ ചെലവുകളൊക്കെ നിർവഹിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷ അല്ലെ, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുക. ഈ നെഗോഷിയേറ്റിംഗ് ദ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് ഇവർക്ക് റിട്ടയർമെന്റ് കൺഫെഷൻ പാക്കേജുകളൊക്കെ ആളുകൾ ചെയ്യണം അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ അതിന് അത്തരത്തിലുള്ള ആലോചനകളൊക്കെ നടത്തി അതിനനുസരിച്ചുള്ള പ്രൊവിഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. The trade union also ensure that the management contributes an appropriate share to the statutory funds on a regular basis. Okay, നമുക്കറിയാം PF-നൊക്കെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല ഉള്ളത്, പിന്നെ ആരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും? എംപ്ലോയിയുടെ സംഭാവനകൾ മാത്രമാണോ PF-ലുള്ളത്? ആണോ?
എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മാത്രമാണോ? ഏതാരെങ്കിലും കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടാവോ PF-ല്? PF നമ്മള് പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ നമ്മള് കൃത്യമായിട്ട് തന്നെ ഓർഗനൈസേഷൻ അല്ലെ, അതായത് നമുക്കറിയാം എംപ്ലോയറുടെ തൊഴിലുടമയുടെ കുറച്ച് കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടാവും അല്ലെ. അവരുടെ ഒരു നിശ്ചിത ഭാഗത്തിന്റെ സാലറിയുടെ എംപ്ലോയറുടെ സാലറിയുടെ ഒരു നിശ്ചിത ഭാഗം പിടിക്കുന്നതോടൊപ്പം തന്നെ തൊഴിലുടമയിൽ നിന്നും ഒരു നിശ്ചിത പോർഷനും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് മാസം മാസം PF-ലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് അവർക്ക് റിട്ടയർമെന്റ് ടൈമിലൊക്കെ അവർക്ക് അതനുസരിച്ചിട്ടുള്ള അവൈലബിലിറ്റിക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ റെഗുലർ ആയിട്ട് അവിടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ തൊഴിലുടമയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ അവിടെ അവൈലബിൾ ആക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കി പോകുന്നത്, റെഗുലർ ആയിട്ട് നടപ്പാക്കി പോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതൊക്കെ ആരാണ്? യൂണിയൻ നേതാക്കളാണ്. ദീസ് ഫണ്ട്സ് ഹെൽപ്പ് എംപ്ലോയി ഇൻ പ്രൊട്ടക്ഷൻ കെയർ ഫ്യൂച്ചർ ലൈഫ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഫ്യൂച്ചറിലെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് PF പോലെയുള്ള ആനുകൂല്യങ്ങൾ. തീർച്ചയായിട്ടും അതിനെ വഴിവെക്കുന്നത് ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി. എന്താണ് ഇമോഷണൽ സെക്യൂരിറ്റിനെ കുറിച്ച് പറയുന്നത്? Another important objective of trade unions is to improve and better the relations of an employee and the employer with each other. ഓക്കെ, നമുക്കറിയാം ട്രേഡ് യൂണിയനിൽ നല്ലൊരു റിലേഷൻഷിപ്പ് തൊഴിലാളികൾ തൊഴിലുടമ തമ്മിൽ നമ്മളെ പറഞ്ഞായിരുന്നു, ലിസൺസിൽ പറഞ്ഞായിരുന്നു അല്ലെ. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇമോഷണൽ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നത് ആര് തന്നെയാണ്? ട്രേഡ് യൂണിയനുകളാണ്. They negotiate a lot of regular basis with the management of the company and resolve workplace grievances of employees by using proper means, and thus they are able to create cordial relationships between the superior and the subordinates. ഓക്കെ, നമുക്കറിയാം മേലുദ്യോഗസ്ഥരും തമ്മിലൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാവണം അല്ലെ. ഇൻകേസ് അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം സബോർഡിനേറ്റിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരെ മേലുദ്യോഗസ്ഥരോട് ഡിസ്കസ് ചെയ്യില്ല, കാരണം പേടിച്ചിട്ട് അല്ലെ. അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവുമ്പോൾ അവരെ കളിയാക്കുന്ന ഒരു മനോഭാവമൊക്കെ ആണെങ്കിൽ അവരെന്താണ് അവരോട് മേലുദ്യോഗസ്ഥരോട് തിരക്കാരൊന്നും പോകില്ല, അവർക്ക് തോന്നുന്ന മാതിരിയൊക്കെ ചെയ്യും. ഓക്കെ, നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് നമുക്കറിയാം നല്ലൊരു റിസൾട്ട് ആയിരിക്കും അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തില് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത ചില മാറ്റേഴ്സുകളൊക്കെ ആയിരിക്കാം. പക്ഷെ അവിടെ തീർച്ചയായിട്ടും ഇതിനെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് യൂണിയനുകൾ നിലകൊള്ളുമ്പോഴാണ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഒരു ടീമിന്റെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യണം, എന്നാലാണ് അവർക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ട്രെയിനിങ്ങിന്റെ അഭാവമായിരിക്കാം അവർക്ക് എന്തെങ്കിലും നല്ല സ്കില്ല് വർക്ക് ചെയ്യാൻ പറ്റാത്തത്. സോ അവിടെ ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ പോകുന്നത്. അപ്പൊ അവരെന്താണ് സ്പീഡിലി വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അവിടെ പറയാണ് they negotiated a lot of regular basis with the management of the company and resolve workplace grievances of the employee by using proper means, and thus they are able to create like ഇവിടെ നല്ലൊരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ പരാതികൾ എംപ്ലോയീസിന്റെ പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് ക്രിയേറ്റ് കോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. ഉദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരൊക്കെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. The trade union is an effective tool for maintaining emotional security of employees as it ensure peace and harmony at the workplace successfully. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ആണ് എംപ്ലോയിക്ക് ഒരുക്കി കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം സമാധാനപൂർവ്വമായിട്ട് അല്ലെങ്കിൽ ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഓർഗനൈസേഷനെ ഒരു വിജയത്തിൽ എത്തിക്കാനായിട്ട് പ്രധാനമായിട്ട് നിലകൊള്ളുന്നത് ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെ, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കേൾക്കാനായിട്ടൊരു നെഗോഷിയേഷൻ ചർച്ചയെങ്കിലും സംഘടിപ്പിച്ചൊക്കെ കൊണ്ടുവരുമ്പോഴാണ് തീർച്ചയായിട്ടും എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴും നമുക്കറിയാം അത് പരിഹരിച്ചു പോകാനായിട്ട് ശ്രമിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നല്ലൊരു ബന്ധം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കുക. നമുക്ക് 2 പോയിന്റ് കൂടി എടുക്കാനുണ്ട്. സോറി 3 പോയിന്റ്.
Okay. Okay, clear അല്ലേ? എന്താണ് ഇമോഷൻ സെക്യൂരിറ്റി എന്ന്? Okay അല്ലേ? Okay, നമുക്ക് നെക്സ്റ്റ് നോക്കാം. To maintain political influence. എന്താണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? ഓക്കെ, നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത് നോക്കാം. All the trade unions are associated with the different political parties of the country. ഓക്കെ, നമുക്കറിയാം ചില ഇൻഡസ്ട്രികൾക്ക് പലതരത്തിലുള്ള യൂണിയനുകൾ ഉണ്ടാവാം അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തോട് കൂടിയിട്ടുള്ള യൂണിയനുകൾ ഉണ്ടാവാം. They do so in order to increase their leverage or the bargaining powers. തീർച്ചയായിട്ടും നമുക്കറിയാം ചില യൂണിയനിന് നല്ല ഒരു സപ്പോർട്ടീവ് പവറുകൾ കൂടുതലായിരിക്കും അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഗവൺമെന്റിന് ചേർന്ന തരത്തിലുള്ള യൂണിയനുകളാണെങ്കിൽ സപ്പോർട്ടീവ് പവർ അവർക്ക് കൂടുതലായിരിക്കും. Nowadays, having connection and relation with the various political parties has become a common feature of a trade union. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സവിശേഷത അല്ലെ. ട്രേഡ് യൂണിയന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്വാധീനം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. Sometimes trade unions seems to be working as a parents and associates of a political parties. അല്ലെ, യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പാർട്ണേഴ്സ് ആൻഡ് അസോസിയേറ്റ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ അവരുടെ ഒരു പാർട്ണർഷിപ്പ് കൂടിയിട്ടായിരിക്കും യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ സ്വാധീനം അവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എംപ്ലോയീസിന്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിലും എന്താണ് ഒരു പൊളിറ്റിക്കലിന്റെ ഒരു സ്വാധീനം അവിടെ നടപ്പാക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാർഗൈനിങ് ചെയ്യുമ്പോഴായിരിക്കും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അല്ലെ. പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ഓർഡറുകളൊക്കെ വരുമ്പോൾ, പ്രൊമോഷൻ സാധ്യതകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവിടെ ചെലുത്തുന്നത് കാണാം അല്ലെ. അവരുടെ സപ്പോർട്ടീവ് ആയിട്ട് കൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സൊല്യൂഷൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുള്ള സാധ്യത ഉണ്ടാവും, അതിനുള്ള സാധ്യത തോന്നാറുണ്ടോ? ഏതെങ്കിലൊക്കെ ജോലികളിലൊക്കെ ചിലരൊക്കെ എങ്കിലും അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ സാധ്യതകളോ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഏതെങ്കിലും സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലേക്കൊക്കെ അല്ലെ. തീർച്ചയായിട്ടും ചില പ്രൈവറ്റ് ഫേമുകളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ചില പേഴ്സൺസിന്റെ സ്വാധീന ശക്തി കൊണ്ട് തന്നെയായിരിക്കും അത് നേടിയെടുക്കാൻ പറ്റുക അല്ലെ. വലിയ വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും യൂണിയന്റെ സപ്പോർട്ട് കൂടിയിട്ടായിരിക്കും. ആ യൂണിയന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്വാധീന ശക്തിയായിരിക്കും അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ പറയുന്നുണ്ട് sometimes trade unions seems to be working as a partners and association of political parties. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒരു പാർട്ട്നേഴ്സ് ആയിട്ടാണ് ചില യൂണിയനുകൾ ചിലവർക്കൊക്കെ വ്യാപൃതമാകുന്നത്. It can be said that political power thus gained by unions in used for the benefits of employees and in order to protect their interests. Okay, അതായത് എംപ്ലോയീസിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾ അതിന് സംരക്ഷണം ഉറപ്പാക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പൊളിറ്റിക്കൽ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഈ യൂണിയനുകളൊക്കെ നേടിയെടുക്കുന്നത് അല്ലെ. പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോഴെങ്കിലും അവരുടേതായിട്ടുള്ള എംപ്ലോയീസിൻ്റെതായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകളൊക്കെ താല്പര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ടു മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ സ്വാധീന ശക്തി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് എംപ്ലോയീസിന് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ഇവിടെ പറയുന്നതുണ്ടോ? ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു എൻഷുർ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് എൻക്വയറി. എന്താണ് ഇവിടെ പറയുന്നത്? റെഗുലർ ഇലക്ഷൻസ് ആർ കണ്ടക്ടഡ് ഇൻ ട്രേഡ് യൂണിയൻസ് ടു ഇലക്ട് ദിയർ ലീഡേഴ്സ്. ഓക്കെ, ഇത് ചിലപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്. എന്ത് കണ്ടക്ട് ചെയ്തിട്ടാണ് എന്താണ് യൂണിയൻ ലീഡേഴ്സിനൊക്കെ തെരഞ്ഞെടുക്കുന്നത്? അതായത് റെഗുലർ ആയിട്ടുള്ള ഇലക്ഷൻസ് അല്ലെ, നമുക്കറിയാം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി തന്നെയാണ് അവിടെ ലീഡേഴ്സിനൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. സോ റെഗുലർ ഇലക്ഷൻസ് ആർ കണ്ടക്ടഡ് ഇൻ ട്രേഡ് യൂണിയൻസ് ടു ഇലക്ട് ദിയർ ലീഡേഴ്സ്. ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് റെഗുലർ ആയിട്ടുള്ള ഇലക്ഷൻ വഴിയാണ്. ദിസ് പ്രാക്ടീസ് പ്രൊമോട്ട്സ് ഡെമോക്രാറ്റിക് വാല്യൂസ് അമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, നമുക്കറിയാം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് തന്നെയാണ് ഇവിടെ മെമ്പേഴ്സിന് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള സാധ്യതകളാണ് ഇവിടെ ലഭ്യമാക്കുന്നത്. It also gives due power to the lower level employees to take part in the decision making process in an indirect way, that is by choosing their leader. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ലീഡറിനെ തെരഞ്ഞെടുക്കുമ്പോൾ ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർ മാത്രമാണോ തെരഞ്ഞെടുക്കുന്നത്? അതിൽ പങ്കാളിയാണെന്ത് അല്ല, ആ ഇൻഡസ്ട്രിയിലെ മൊത്തത്തിലുള്ള എല്ലാ എംപ്ലോയീസും അതിൽ പങ്കാളിയാവുകയും ചെയ്യുന്നത് അല്ലേ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചു പേര് മാത്രം വോട്ട് ചെയ്താൽ മതി, സപ്പോർട്ട് ചെയ്തിട്ടൊന്നും വോട്ട് ചെയ്യണ്ടെന്നാണോ പറയാറ്? അല്ല, കീഴുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും അല്ലെ മിഡിലായാലും അതിന്റെ ഇടയിലുള്ള എല്ലാവരും തന്നെ വോട്ടെടുപ്പ് നടത്തിയിട്ടാണ് യൂണിയൻ ലീഡേഴ്സിനൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓക്കെ, എംപ്ലോയീസ് ആരെയാണ് ഒരു ഇതിൽ മെമ്പർഷിപ്പുള്ള ഈ യൂണിയനിലെ മെമ്പർഷിപ്പുള്ള വ്യക്തികളുടെ എല്ലാവരുടെയും കൂടി വോട്ടിന്റെ വരുന്ന ഫലമായിട്ടാണ് ലീഡേഴ്സിനെയൊക്കെ തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ അവിടെ പറയുന്ന ഒരു കാര്യം, ലോവർ ലെവൽ എംപ്ലോയീസ് ടു ടേക്ക് പാർട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു തീരുമാനം എടുക്കാനായിട്ട് താഴേക്കിടയിലുള്ള എംപ്ലോയിയും കൂടി പങ്കാളിയാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഒരു ഇലക്ഷൻ സംഘടിപ്പിക്കുമ്പോൾ ഇന്ന ആൾക്കാർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നല്ല നിർദ്ദേശിക്കുന്നത്, മൊത്തത്തിലാണ് ഭൂരിപക്ഷം നമ്മൾ നോക്കുന്നത് അല്ലെ. This exercise ensure that each and every member of the union may become an officer bearer of the union. Okay, that is we can take part in the collective bargaining process with his employer. Okay, തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ, അവിടെ യൂണിയന്റെ ലീഡേഴ്സ് ആവാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു പാർട്ണർഷിപ്പ് അല്ലെ, ഒരു പങ്കാളിത്തം അവിടെ ഉറപ്പാക്കുന്നുണ്ട്. എങ്കിൽ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഭൂരിപക്ഷം നേടി യൂണിയൻ ലീഡേഴ്സ് ഒക്കെ ആവാനായിട്ട് സാധിക്കുള്ളൂ. That is he can take part in the collective bargaining process with his employees. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ എംപ്ലോയീസിന്റേതായിട്ടുള്ള അല്ലെ അവിടെ ബാർഗെയിനിങ് പ്രോസസ്സിൽ എല്ലാവരെയും പരിഗണിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നു. Thus it can be said that trade unions always aim at attaining industrial democracy, equity and peace among all the employees and employers. ഓക്കെ, എല്ലാവരും ബേസിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി ലീഡേഴ്സിനൊക്കെ കണ്ടെത്തിയേക്കണ. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും അല്ലെ സമാധാനപൂർവമായിട്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് സമാധാനത്തോടു കൂടിയിട്ടൊക്കെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കി പോകുന്നത്. സോ അങ്ങനെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ നല്ല പീസ് ആയിട്ടുള്ള അല്ലെ സമാധാനത്തോടു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വിറ്റിയോട് കൂടിയിട്ട് എല്ലാവരും അല്ലെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ലക്ഷ്യം വരുന്നത്. To ensure industrial democracy and encourage industrial democracy-ക്കൊക്കെ പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഇലക്ഷൻ നടത്തിയിട്ടാണ് ലീഡേഴ്സിനെയൊക്കെ നമ്മൾ ഇലക്ട് ചെയ്യുന്നത് അല്ലെ, അത് വിജയിപ്പിക്കുന്നത് ഇലക്ഷനൊക്കെ നടത്തിയിട്ടാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എല്ലാ പോയിന്റ്സും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുകള്? ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ടുകൾ ഉണ്ടോ? നമ്മൾ ഒന്ന് ജസ്റ്റ് ഹെഡിങ്സ് വെച്ച്
മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാമല്ലോ. ഇലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തത്. റെഗുലർ ഇലക്ഷൻ ആണ് കണ്ടക്ട് ചെയ്തിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് അല്ലെ. നമുക്ക് എല്ലാത്തിനും സെക്യൂരിറ്റി ആണ് ഇത് ഉറപ്പാക്കുന്നത്. ജോബ് സെക്യൂരിറ്റി, ഇൻകം സെക്യൂരിറ്റി, ഫിസിക്കൽ സെക്യൂരിറ്റി അല്ലെ. അപ്പൊ ഡാഷ് ക്യാൻ ബി സെഡ് ദാറ്റ് ട്രേഡ് യൂണിയൻ അല്ലെ ഇൻ കേസ് മേക്ക് എഫേർട്ട് ടു ഇംപ്രൂവ് ദ എക്കണോമിക് ആസ്പെക്ട് ഓഫ് എംപ്ലോയീസ് ലൈഫ് അല്ലെ. അപ്പൊ എന്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ് ഇതൊക്കെ നമുക്കറിയാം. എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എംപ്ലോയീസിന്റെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട്, സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് എന്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ് സാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഓപ്ഷൻ നമുക്കറിയാം. അതിൽ ട്രേഡ് യൂണിയന്റെ ഹെൽപ്പ് കൊണ്ടാണ് സാധ്യമാക്കുന്നത്. അപ്പൊ എല്ലാ സെക്യൂരിറ്റീസും ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇന്ത്യന്റെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ട്രേഡ് യൂണിയന്റെ ഹെൽപ്പ് കൊണ്ടാണ് ഈ സെക്യൂരിറ്റി ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.